ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഗ്രാനി സ്ക്വയർ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഫസ്റ്റ് ചെയിനിലൂടെ ഹുക്ക് കടത്തിയിട്ട് റിങ് ആക്കി മാറ്റാം. ഇനി നമ്മൾ എക്സ്ട്രാ വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സെൻറ്ററിൻ്റെ ഹോളിലൂടെ 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഇപ്പോൾ 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി 4 ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. ചെയ്തതിനനുസരിച്ച് ഇതിനിങ്ങനെ നീക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വീണ്ടും 4 ഡബിൾ ക്രോഷേ ചെയ്യാം. ചെയിൻ ഇടാം. ഇനി 4 ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും 3 ചെയിൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെറിയൊരു ഗ്രാനി സ്ക്വയർ ആയിട്ടുണ്ട്. ഈ ലാസ്റ്റിൽ 3 ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിനിൻ്റെ അവിടെ വെച്ച് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ നൂലിനെ ഒന്നും കൂടി ചെയിൻ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ ഗ്രാനി സ്ക്വയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. ഇപ്പോൾ ചെയ്തെടുത്ത ഈ ഫസ്റ്റ് സ്മോൾ ഗ്രാനി സ്ക്വയറിൻ്റെ ഉള്ളിലൂടെ ഹുക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത് ആണ് വെച്ച് കൊടുക്കുക. ഈ കോർണറിൽ കൂടി വേണം കേട്ടോ കയറ്റി കൊടുക്കാൻ. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്യാം. ഇനി ഇതേ ഹോളിൽ തന്നെ 3 ഡബിൾ ക്രോഷേ ചെയ്യാം. ഇപ്പോൾ 3 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്യാം. ഈ കോർണർ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ചെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ 4 ഡബിൾ ക്രോഷേ ഇതേ ഹോളിൽ തന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ ഒരു കോർണർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെയിൻ ഇടാം. ഇനി നമ്മൾ ഈ കോർണറിന് ഈ ഹോൾസിലേക്ക് 4 ഡബിൾ ക്രോഷേ ചെയ്യുക.
പിന്നെ 3 ചെയിൻ ഇടാം. വീണ്ടും 4 ഡബിൾ ക്രോഷേ ചെയ്യാം. ഡബിൾ ക്രോഷേ ആയിട്ടുണ്ട്. ഇനി 3 ചെയിൻ ഇടാം. വീണ്ടും 4 ഡബിൾ ക്രോഷേ ഈ ഹോളിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ 4 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു രണ്ടാമത്തെ കോർണർ ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്ത പോലെ ഇനി ഒരു ചെയിൻ ഇടാം. അടുത്ത കോർണറിൽ 4 ഡബിൾ ക്രോഷേ, പിന്നെ 3 ചെയിൻ ഇടുക. വീണ്ടും 4 ഡബിൾ ക്രോഷേ, പിന്നെ ഒരു ചെയിൻ ഇടാം. പിന്നെ ഈ ഹോളിൽ 4 ഡബിൾ ക്രോഷേ, 3 ചെയിൻ ചെയ്യുക. വീണ്ടും 4 ഡബിൾ ക്രോഷേ ഇതേ ഹോളിൽ, പിന്നെ ഒരു ചെയിൻ ചെയ്തിട്ട് നമുക്കിവിടെ ലോക്കാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചെയിൻ ഇടുക. ഇനി ഈ ചെയിനിലൂടെ ഹുക്കിന് കടത്തി കൊടുത്തിട്ട് നമുക്കിത് ലോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചെയിൻ ഇടാം. ഇപ്പോൾ ഇത് ലോക്കായിട്ടുണ്ട്. നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. അതിന് മുമ്പ് ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ റൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കോർണറിലൂടെ ഹുക്ക് കടത്തിയിട്ട് നമുക്ക് വേറെയാണ് ഹുക്കിലാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്യാം. Blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's end. 4 ഡബിൾ ക്രോഷേ ഇതേ ഹോളിൽ തന്നെ ചെയ്യാം. 4 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചെയിൻ ഇടാം. പിന്നെ ഈ സെൻറ്ററിലുള്ള ഈ ഹോൾസിലേക്ക് നമുക്ക് 4 ഡബിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും ഒരു ചെയിൻ ഇടാം. പിന്നെ ഈ കോർണറിലേക്ക് നമ്മൾ 4 ഡബിൾ ക്രോഷേ ചെയ്യാം. പിന്നെ 3 ചെയിൻ ഇടാം. വീണ്ടും 4 ഡബിൾ ക്രോഷേ ചെയ്യാം. അങ്ങനെ ഈ പാറ്റേൺ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യാം. ഈ റൗണ്ട് നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ ലോക്ക് ചെയ്യണ മുന്നേ ഒരു ചെയിൻ ഇടാം. നമ്മൾ ഇതിലൂടെ ഹുക്ക് കടത്തിയിട്ട് ലോക്ക് ചെയ്യാം. നമ്മളൊരു ചെയിൻ ഇട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേ പാറ്റേൺ ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രാനി സ്ക്വയറിൻ്റെ വലിപ്പം എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇതുപോലത്തെ വേറെയും കുറേ ഗ്രാനി സ്ക്വയർസ് ഉണ്ട്. ഇതിനെ നമ്മൾ സ്ക്വയർ മാറ്റ് എന്നും പറയും കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള ബാഗൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഗ്രാനി സ്ക്വയർ